5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നും ഇല്ലെന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. KSFEയുടെ പൈസ നല്ല രൂപത്തിൽ ഖജനാവിലേക്ക് ട്രഷറി വഴി പോകുന്നുണ്ട്. രണ്ടാമത് ഞാൻ പറയാൻ വന്ന കാര്യമല്ല, യൂണിവേഴ്സിറ്റിയുടെ ഒരു കരുതൽ പണമുണ്ട്, റിസർവ് മണി എന്ന് പറയുന്ന ഒരു കരുതൽ പണം, കോർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത്. അത് യൂണിവേഴ്സിറ്റി ഇങ്ങനെ കാലാകാലങ്ങളിൽ ഫീസെല്ലാം കൂട്ടി വച്ചിരിക്കുന്ന കോർപ്പസ് ഫണ്ടാണ്. അത് യൂണിവേഴ്സിറ്റിക്ക് പെൻഷൻ കൊടുക്കാനും അത്യാവശ്യം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും വേണ്ടിയാണ് ഈ കോർപ്പസ് ഫണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 10 കോടി രൂപയാണ് കോർപ്പസ് ഫണ്ടിൽ നിന്ന് കേരള സർക്കാർ കൊണ്ടുപോയിരിക്കുന്നതാണ് അനൗപചാരികമായി കിട്ടുന്ന വിവരങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പേടി, കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലുള്ള ജൂനിയർ യൂണിവേഴ്സിറ്റികൾ, ഈ ഇടയ്ക്കുണ്ട യൂണിവേഴ്സിറ്റികൾ പൂട്ടിപ്പോകും പെട്ടെന്ന്. കാരണം കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അവർ ചെറിയ യൂണിവേഴ്സിറ്റിയാണ്, ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിന് മുമ്പേ തുടങ്ങിയതേ ഉള്ളൂ, അല്ലെങ്കിൽ കോട്ടയം യൂണിവേഴ്സിറ്റി അതിന് മുമ്പേ തുടങ്ങിയതേ ഉള്ളൂ. ചെറിയ യൂണിവേഴ്സിറ്റികളുണ്ട് ഇവിടെ. കോട്ടയം യൂണിവേഴ്സിറ്റി ചെറിയ യൂണിവേഴ്സിറ്റിയാണ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി ചെറുതാണ്, കാലടി സംസ്കൃത സർവകലാശാല ചെറുതാണ്, കുഫോസ് ചെറിയ യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെ ചെറിയ യൂണിവേഴ്സിറ്റികൾ ഒരുപാടുണ്ട്. അങ്ങനെ ചെറിയ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ അവരുടെ കോർപ്പസ് ഫണ്ട്, അവരുടെ കരുതൽ പണം സർക്കാർ കൊണ്ടുപോവുകയാണ്. സർക്കാരിന് ഒരു വശത്ത് പണമില്ല എന്ന് പറയുന്നു, മറുവശത്ത് ഇങ്ങനെ പണം കൊണ്ടുപോകുന്നു. എന്തൊരു ദുരിതമാണ് കാണുന്നത്. അതിൽ യൂണിവേഴ്സിറ്റി സ്റ്റാഫ്, അത് നിങ്ങൾ സ്വയംഭരണ സ്ഥാപനമാണ്, നിങ്ങളുടെ പണം ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്ന് തിരിച്ചു തരും? ആര് തിരിച്ചു തരും? ഒരു ഗവൺമെൻറ് എടുത്താൽ മറ്റൊരു ഗവൺമെൻറ് തിരിച്ചു തരുമോ? അങ്ങനെ തിരിച്ചു തരാൻ മാത്രം ഖജനാവിൽ എന്നാണ് കോർപ്പസ് ഫണ്ട് വരിക? ഖജനാവ് എന്നാണ് നമ്മൾ മെച്ചമാകുന്നത്? ഒരു പിടുത്തവുമില്ല. നമ്മൾ ഖജനാവിന് സമാന്തരമായി കിഫ്ബി തുടങ്ങി എല്ലാ വികസന പ്രവർത്തനങ്ങളും കിഫ്ബി വഴി റൂട്ട് ചെയ്ത് പോകുമ്പോൾ, കേരള സർക്കാരിന് വികസനം നടത്താൻ പണമില്ലാതെ വരുമ്പോൾ ഉള്ള പണമെടുത്ത് ശമ്പളം കൊടുത്തും പെൻഷൻ സ്ഥിരമായി കൊടുക്കുന്നില്ല, വല്ലപ്പോഴും കൊടുത്തുമൊക്കെ പോകുന്ന ഒരു സംവിധാനത്തിലേക്ക്, ഒരു പെൻഷൻ സർക്കാർ എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കുന്ന ഒരു സർക്കാരായി നിൽക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ പണം? ലോൺ എടുത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്ന, തുരങ്കപാതയ്ക്ക് ലോണ്, കേരയിൽ ലോൺ എടുക്കുന്നത് വേറെ കഥ. പക്ഷേ ലോൺ എടുത്ത് എന്തായാലും കോർപ്പസ് ഫണ്ടൊന്നും തിരിച്ചടയ്ക്കാൻ യാതൊരു സാധ്യതയുമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റികൾ പൂട്ടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കാലടി യൂണിവേഴ്സിറ്റിയും അതുപോലെ കോട്ടയം യൂണിവേഴ്സിറ്റിയും ഒക്കെ ഇനി എത്ര കാലം അവർക്ക് ഈ കോർപ്പസ് ഫണ്ട് ഉണ്ടാവും? അതെല്ലാം കാലിയാകുന്ന, അവരുടെ ഖജനാവ് കാലിയാകുന്നതായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ കോർപ്പസ് ഫണ്ട് കൊണ്ട്, ഈ കരുതൽ മണി കൊണ്ട്, റിസർവ് ഫണ്ട് കൊണ്ട് അവർ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, യൂണിവേഴ്സിറ്റിക്ക് അത്യാവശ്യമുള്ള പല കാര്യങ്ങളും ചെയ്യാൻ, അവർക്ക് കെട്ടിടം വയ്ക്കാൻ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പണമാണ് ഇല്ലാതാവും. ഇത് സെനറ്റിൻ്റെയും സിൻഡിക്കേറ്റിൻ്റെയും VCയുടെയൊക്കെ തീരുമാനമനുസരിച്ച് യൂണിവേഴ്സിറ്റി സ്റ്റാഫിന് കൊടുക്കാൻ കഴിയുന്ന പെൻഷൻ കൊടുക്കേണ്ടുന്ന പണം, അവരുടെ മറ്റാനുകൂല്യങ്ങൾ കൊടുക്കേണ്ട പണം, ശമ്പള പരിഷ്കരണം വരുമ്പോൾ പല ആനുകൂല്യങ്ങളും കൊടുക്കേണ്ട പണം, സർക്കാരിൽ നിന്ന് സമയത്ത് പണം കിട്ടാതിരുന്നാൽ, ഗ്രാൻഡൊക്കെ കിട്ടാതിരുന്നാലും കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള ഒരു പണം കൂടിയാണ് ഈ കോർപ്പസ് ഫണ്ട് അല്ലെങ്കിൽ കരുതൽ ധനം. അത് എടുത്തുകൊണ്ട് പോവുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു. ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റി മറ്റ് യൂണിവേഴ്സിറ്റിയിൽ എടുക്കുന്നു കേൾക്കുന്നു. അത് ബാക്കി യൂണിവേഴ്സിറ്റിയിൽ എടുത്തോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റികൾ പൂട്ടേണ്ട സ്ഥിതി വരും. എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് യൂണിവേഴ്സിറ്റികൾ പോകുന്നത്. ഒരു വശത്ത് അക്കാഡമിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ, അധ്യാപകരുടെ നിയമനത്തിലെ പ്രശ്നങ്ങൾ, PSC ലിസ്റ്റ് ക്യാൻസലായി പോകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഗവർണറുമായിട്ടുള്ള യുദ്ധം, ഇതെല്ലാം ഒരു വശത്ത് നടക്കുകയാണ്. മറുവശത്ത് സാമ്പത്തികമായി കൂടി യൂണിവേഴ്സിറ്റികൾ പരുങ്ങലിലേക്കാകുന്ന ഒരു സ്ഥിതിയാണ്. നമ്മുടെ ജൂനിയർ യൂണിവേഴ്സിറ്റികൾ പൂട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികൾ എത്ര ഫീസ് കൂട്ടി, എല്ലാ യൂണിവേഴ്സിറ്റികളും ഫീസ് കൂട്ടുന്നു, എത്ര ഫീസ് കൂട്ടിയാലും പിടിച്ചു നിൽക്കാനാവുമോ എന്നറിയില്ല. ഏറ്റവും ജൂനിയർ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി പൂട്ടിപ്പോകുമോ?